സ്പെഷ്യൽ ഒളിമ്പിക്സ് ഏഷ്യ പസഫിക് ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഡബിൾസിൽ സിൽവർ മെഡൽ നേടിയ പ്രതീക്ഷയുടെ ഇന്ത്യൻ താരങ്ങളായ അമൽ ബിജുവും സുജിത സുകുമാരൻ തുറന്ന വാഹനത്തിൽ നാടിനെ അഭിവാദ്യം ചെയ്ത് കടന്നുപോകുന്നത് മലേഷ്യൻ മണ്ണിൽ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തി മടങ്ങിയെത്തിയ രണ്ടുപേരാണ് അമൽ ബിജുവും സുജിത സുകുമാരനും. ബാഡ്മിൻ്റൺ കോർട്ടിലെ പുലിക്കുട്ടികൾ. ചൈനയും സിംഗപ്പൂരുമടക്കം വമ്പന്മാരായിരുന്നു മലേഷ്യയിൽ എതിരാളികൾ. പക്ഷേ വർഷങ്ങളുടെ പരിശീലനവും കഠിനാധ്വാനവും കൊണ്ട് ഏത് മല്ലനെയും മറിക്കാനുള്ള കരുത്തുണ്ടായിരുന്നു ഇരുവർക്കും. ബാഡ്മിൻ്റണിൽ ഏറ്റവും ശക്തരായ എതിരാളികളായിരുന്നു നമ്മുടെ ഈ പൂളിൽ എന്ന് പറയുന്നത്. അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഈ പറയുന്ന രണ്ടാം സ്ഥാനം സിൽവർ മെഡൽ കരസ്ഥമാക്കിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും തൊടുപുഴയും ഇടുക്കിയും കേരളവും ഇന്ത്യക്കും അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ്. ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവർക്ക് എതിരെ കളിക്കുന്നവൻ്റെ ഒരു വ്യൂ എന്തെന്നുള്ള മനസ്സിലാക്കണം. നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നോ അതാണ് ഇവർ ചെയ്യുന്നത്. നമുക്ക് പറഞ്ഞ് ഇവരെ പഠിപ്പിക്കാൻ പാടാണ്. നമ്മൾ ഡെമോയാണ് എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വെള്ളി മെഡലിൻ്റെ സന്തോഷവുമായി അമലും സജിതയും മടങ്ങിയെത്തിയത് തങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാലയത്തിലേക്കാണ്. ഞാൻ അമലിനും സുജിതയ്ക്കും വേണ്ടി ഒരു പാട്ട് പാടാൻ പോവാണ്. സ്വപ്നം രചിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. മനസ്സേ കരയരുതേ, മനസ്സേ കരയരുതേ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാ ഞങ്ങൾ, കണ്ണീരിലെരിയുന്ന പാട്ടുപാടാം. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ ബാഡ്മിൻ്റണിൽ ഡബിൾസിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഒത്തിരിയേറെ അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കരളിലും കൂരിരുൾ നൽകിയ കാരുണ്യവാനോ ഒരു ചോദ്യം, കണ്ണിനും കടലിനും കൂരി. ഇനി അമേരിക്കയിൽ വെച്ച് നടക്കുന്ന വേൾഡ് ഗെയിംസിനായുള്ള ഒരുക്കമാണ്. ഗ്വാളിയോറിൽ വെച്ച് നടക്കുന്ന പരിശീലന ക്യാമ്പിലേക്ക് അമലും സജിതയും ഉടൻ തന്നെ പുറപ്പെടും. മീഡിയ 1 ഇടുക്കി.